ഏതൊരു വസ്തുവും സൃഷ്ടിക്കുന്ന ആൾക്ക് ആ സൃഷ്ടി നടത്തുന്നതിൽ ഒരു ലക്ഷ്യമുണ്ടാവും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരാൾ ഒരു സാധനം നിർമ്മിക്കുന്നുവെങ്കിൽ ആ നിർമ്മാണത്തിൽ നിർമ്മിക്കുന്ന ആൾക്ക്, നിർമ്മാതാവിന് ഒരു ലക്ഷ്യമുണ്ടാവും. നമ്മൾ വീട് നിർമ്മിക്കുകയാണെങ്കിൽ വീട് നിർമ്മിക്കുന്ന നമുക്കൊരു ലക്ഷ്യമുണ്ട്. വീടിന്റെ നിർമ്മാണ പ്രവർത്തനം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ആൾക്കൊരു ലക്ഷ്യമുണ്ട്. എന്തിനേറെ ഒരു ചെറിയ മുട്ടുസൂചി വരെ, ഏറ്റവും വില കുറവുള്ള സാധനമുള്ള മുട്ടുസൂചി, ഏറ്റവും വില, ഓരോ കാലഘട്ടത്തിലും ഏറ്റവും വില കുറവുള്ള ഒന്ന് മുട്ടുസൂചിയായിരിക്കും. ഈ മുട്ടുസൂചി നിർമ്മിക്കുന്ന ആൾക്ക് വരെ ലക്ഷ്യമുണ്ട്. മുട്ടുസൂചിയുടെ നിർമ്മാതാവിന്റെ ലക്ഷ്യം, ആ ലക്ഷ്യം ഒരു ചെറിയ വസ്തുവിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഈ വിശാലമായ പ്രപഞ്ചം, നമ്മൾ കാണുന്ന ആകാശം, നമ്മൾ ഇരിക്കുന്ന വിശാലമായ പ്രവിശാലമായ ഭൂമി, നമ്മൾ ഈ കാണുന്ന സർവമാന സംവിധാനങ്ങളും, ആകാശത്തു നിന്ന് താഴേക്ക് പെയ്യുന്ന മഴകൾ, മേൽഭാഗത്ത് കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, നമ്മൾ കാണുന്ന സർവമാന ജീവജാലങ്ങളും ചുറ്റുപാടുകളും എല്ലാം മനുഷ്യന്റെ നിലനിൽപ്പിൽ അടിസ്ഥാനമാണെന്ന് ഭൗതിക ശാസ്ത്രം നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന പടച്ചതമ്പുരാന്റെ വചനം, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, കാണുന്ന സംവിധാനങ്ങളെല്ലാം, ഭൂമിയിലുള്ള എല്ലാ സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വചനങ്ങൾ മുടങ്ങുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ മുട്ടുസൂചിയുടെ നിർമ്മാതാവിന് വരെ നിർമ്മാണത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ഒരു ലക്ഷ്യമില്ലെന്നോ, മനുഷ്യനെ വെറുതെ സൃഷ്ടിച്ചതാണെന്നോ, ആരാണെന്ന് സൃഷ്ടിച്ചത് പ്രപഞ്ചനാഥനായ റബ്ബാണല്ലോ. ഇന്ന് വരെ ലോകത്തിന് മറു സംവിധാനത്തെ കുറിച്ച് പറയാനോ, അല്ലാഹുവിന്റെ കരങ്ങളല്ലാതെ, ദൈവത്തിന്റെ കരങ്ങളില്ലാതെ മറ്റൊരാളുടെ കരങ്ങൾ അതിന് പിന്നിൽ വർദ്ധിക്കുന്നുവെന്നവിടെ പറയാനോ തെളിയിക്കാനോ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു ഖലഖകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ ജഅലകും അസ്വാജാ, അവനാണ് നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്, പിന്നെ ഇന്ദ്രിയത്തിൽ തുള്ളിയിടൂ, പിന്നെ നിങ്ങളെ ഇന്ദ്രിയത്തുള്ളിയാക്കി, പിന്നെ നിങ്ങളെ ഇണകളാക്കി അവൻ സൃഷ്ടിക്കുകയായി. ആ ഇണകളിലൂടെ മനുഷ്യ പരമ്പരയെ അല്ലാഹു ലോകത്തിൽ നിലനിർത്തി വരികയാണ്. എന്തിനാ? കാലങ്ങളായി, കൊല്ലങ്ങളായി, നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരെ അല്ലാഹു ഭൂമിയിലേക്ക് പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷ്യവുമില്ലെന്നോ വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് മനോമുഖരത്തിൽ ആഞ്ഞു തറക്കേണ്ടതാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മനോമുഖരത്തിൽ എഴുതി വെക്കേണ്ടതാണ് ഈ ആയത്ത്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥാ, മനുഷ്യരെ നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചു വിട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, എന്നിലേക്ക് നിങ്ങൾ, നമ്മിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ശ്രദ്ധാവായ അല്ലാഹു പറയുകയാണ്, മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ ലക്ഷ്യമുണ്ട്. വൃഥാവിൽ കടന്നു വന്നവനല്ല മനുഷ്യൻ, വെറുതെ അല്ലാഹു സൃഷ്ടിച്ചു വിട്ടതല്ല മനുഷ്യരെ. മനുഷ്യരുടെ സൃഷ്ടിപ്പിൽ ലക്ഷ്യമുണ്ടെന്നാണ് ലക്ഷ്യം. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഇന്നാ ഖലഖനൽ ഇൻസാന, സൃഷ്ടാവായ റബ്ബ് തന്നെ പറയുകയാണ്, അല്ലേ? സൃഷ്ടാവായ റബ്ബ് തന്നെ പറയുകയാണ്. നമ്മൾ കടയിൽ പോയി, നമ്മൾ ഹോം അപ്ലയൻസസിന്റെ ഷോപ്പിൽ പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വല്ല സാധനവും വാങ്ങിയാൽ സാധാരണ നമ്മൾ ആ സാധനം ഉപയോഗിക്കാറുള്ളത് എങ്ങനെയാണ്? നമ്മൾ ആ സാധനത്തിന്റെ കൂടെയുള്ള കാറ്റലോഗ് പരിശോധിക്കും. അതിലെങ്ങനെയാണോ ഉപയോഗിക്കാൻ പറഞ്ഞത് അതേപോലെയാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം എന്താ? അതിന്റെ നിർമ്മാതാവിനാണ് ഇതിന്റെ ഉപയോഗം കൃത്യമായി പറഞ്ഞു തരാൻ കഴിയുക. ശ്രദ്ധിക്കണേ, നിർമ്മാതാവായ മനുഷ്യരുടെ സൃഷ്ടാവായ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്തെന്ന് പറഞ്ഞു തരികയാണ്. ഇന്നാ
ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫ അംശാജിൻ നബ്തലീഹി സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ബീജവും ചേർന്ന സംഗമനത്തിൽ നിന്ന് നമ്മൾ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് നബ്തലീഹി അവനെ പരീക്ഷിക്കുവാനാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം പരീക്ഷണമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഏതെല്ലാം രീതിയിലാണ് പരീക്ഷണം? അല്ലാഹുവിന്റെ കൽപ്പനകൾ പരീക്ഷണങ്ങളാണ്, നിരോധനങ്ങൾ പരീക്ഷണങ്ങളാണ്. നിസ്കരിക്കണം എന്നത് കൽപ്പനയാണ്, പരീക്ഷണമാണ്. സമയത്ത് കൃത്യമായി ഇത് നിർവഹിക്കുന്നുണ്ടോ എന്ന് രാജാതിരാജനായ റബ്ബ് പരീക്ഷിക്കുകയാണ്. മദ്യപിക്കരുത്, അല്ലാഹുവിന്റെ വിരോധനയാണ്. അല്ലാഹു ശ്രദ്ധിക്കുന്നതെന്താ? തന്റെ മനസ്സിന്റെ ഇച്ഛകളെ മാറ്റി നിർത്തിയിട്ട് രാജാതിരാജനായ റബ്ബിന്റെ ഇച്ഛകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വിധി വിലക്കുകൾ പരീക്ഷണമാണ് എന്ന് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. വഇദ്ബതലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുൻ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. വഇദ്ബതലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചു. ബികലിമാത്തിൻ, ചില കലിമത്തുകൾ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. എന്താ മഹാന്മാർ കൊടുത്തിരിക്കുന്ന അർത്ഥം? എന്താ കലിമത്ത് എന്നത്, കലിമാത്ത് എന്നതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം? ഖാമ ബിമാ കല്ലഫഹുല്ലാഹു തആല ബിഹി മിനൽ അവാമിരി വന്നവാഹി. ബികലിമാത്തിൻ എന്ന് പറഞ്ഞാൽ അൽ-അവാമിറു വന്നവാഹി, അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളുമാണ്. ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ, അല്ലാഹു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ആ ഇബ്രാഹിമിലേക്ക് ചേർത്തിയാണല്ലോ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിനെ പരിചയപ്പെടുത്തിയത് മില്ലത്തു ഇബ്രാഹിമിയ്യ എന്നാണല്ലോ. 5 നേരത്തെ നിസ്കാരങ്ങളിലും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഓരോ ദിവസത്തിലും 5 നേരത്തെ നിസ്കാരങ്ങളിലും 4 തവണ വീതം പറയപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആരാ ഖലീലുല്ലാഹി ഇബ്രാഹിം? ആ ഇബ്രാഹിം നബിയെ അല്ലാഹു കഠിനമായി പരീക്ഷിച്ചതായി ഖുർആൻ നമ്മെ പഠിപ്പിച്ചല്ലോ. ആ പരീക്ഷണത്തിന്റെ ഒരു ഭാഗം അല്ലാഹു പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചില കൽപ്പനകൾ കൊടുത്തിട്ട് പറഞ്ഞു അതനുസരിച്ച് പ്രവർത്തിക്കണം. ചില വിരോധനകൾ ഏർപ്പെടുത്തിയിട്ട് പറഞ്ഞു അത് ചെയ്യരുത്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലാഹു തന്നെ പറയുകയാണ്, ഫഅതമ്മഹുന്ന. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ആ പരീക്ഷണത്തിൽ ഭംഗിയായി വിജയിച്ചു. അല്ലാഹുവിന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കുകയും വിരോധനകൾ പൂർണ്ണമായി വെടിഞ്ഞു നിൽക്കുകയും ചെയ്തു. ഇതൊരു പരീക്ഷണമാണ്. വേറൊരു രംഗം ഖുർആൻ പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹുവിന്റെ പരീക്ഷണത്തിന്റെ വേറൊരു രീതിയാണ് ഖുർആൻ പറയുന്നത്. നിങ്ങളെ നാം ഭയം നൽകിയിട്ട് പരീക്ഷിക്കാം. ആ ഭയത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം ഇവിടെ വായിച്ചത്. ടെൻഷൻ, മാനസിക രോഗം. അല്ലാഹുവേ, ഞങ്ങളെ അതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ആ ഉമ്മാന്റെ കുഞ്ഞുമോടെ നീ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അത് ഭയം നൽകിയിട്ട് നാം നിങ്ങളെ പരീക്ഷിക്കാം. വൽ ജൂഇ, വിശപ്പ് നൽകിയിട്ട് പരീക്ഷിക്കാം. വിശപ്പൊരു പരീക്ഷണമാണ്. വിശപ്പ് പരീക്ഷണമാണ്. പഴയകാലത്ത് കഴിക്കാനില്ലാത്ത ദാരിദ്ര്യത്തിന്റെ പടുകുയിലായിരുന്നു പലരും ഉണ്ടായിരുന്നത്. ഇന്ന് വിശപ്പിന്റെ വേറൊരു പരീക്ഷണം ഇന്ന് നടക്കുന്നുണ്ട്. ഒന്ന് നോമ്പ് തന്നെ പരീക്ഷണമാണ്. പക്ഷേ നമ്മിലൊക്കെ പലരിലും നടക്കുന്ന ഒരു പരീക്ഷണം ഷുഗർ രോഗം വിശപ്പിന്റെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ്. വയറ് നിറയെ ഭക്ഷണം കഴിക്കണമെന്ന്, പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് ഷുഗർ അമിതമാവുകയാണ്. അതുകൊണ്ട് ഡോക്ടറുടെ കർശനമായ നിർദ്ദേശം അല്പാൽപമേ ഭക്ഷണം കഴിക്കാവൂ എന്ന കർശനമായ നിർദ്ദേശം. ഞാൻ പറയുന്നത് പല രീതിയിലാകാം പരീക്ഷണം. ചില ആളുകൾ നേരത്തെ നല്ല സമ്പാദ്യമുള്ള ആളുകളായിരുന്നു. പെട്ടെന്ന് ആ സമ്പാദ്യം മുഴുവൻ തകർന്നു പോയി, നശിച്ചുപോയി. നല്ല കച്ചവടം തകർന്നു പോയി. പരീക്ഷണമാണ്.
അതേപോലെ ബാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ചുപോയി, വാപ്പ ഉമ്മ ജീവിച്ചിരിക്കെ മകളുടെ മയ്യത്ത് കാണാനുള്ള വിധി. അതേപോലെ തന്റെ പ്രിയപ്പെട്ട 4 മക്കളും കൺമുമ്പിൽ നിന്ന് പടഞ്ഞു മരിക്കുകയും വാപ്പയും ഉമ്മയും ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുക. ശരീരങ്ങളെ കുറച്ചു കളഞ്ഞുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കാം. പടച്ച റബ്ബേ, നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണത്തിൽ ഞങ്ങളെ വിധേയരാകല്ല അല്ലാ. ഈ രീതിയിലൊക്കെ അല്ലാഹു പരീക്ഷിച്ചേക്കാം. ക്ഷമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷം അറിയിക്കണേ നബിയേ എന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ പറഞ്ഞു വരുന്നത് പരീക്ഷണമാണ് നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിജയിയാരാൻ ഈ പരീക്ഷണത്തിൽ അല്ലാഹു തെളിച്ച മാർഗത്തിലൂടെ ജീവിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നവനാണ്. ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കൂ നിങ്ങൾ. പരീക്ഷണത്തിൽ ആരാണ് പരാജയപ്പെട്ടു പോകുന്നത്? ഖസിറ ഖുസ്റാനം മുബീനാ, അമ്പേ അവൻ പരാജയപ്പെട്ടു പോകുന്നതാണ്. ഖുർആൻ ശ്രദ്ധിക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പറയുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും, അല്ലാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ, നിരോധനകളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാൻ കഠിനാധ്വാനം ചെയ്ത ആളുകൾ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എന്നറിയാതെ? ശ്രദ്ധിക്കണം. വളരെ ഈ വിഷയം നമ്മൾ പറയുന്നത് ആമുഖമായി ഓതുന്നു പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത്. അതിലെ 2 പദം നിങ്ങളുടെ ഹൃത്തടത്തിലേക്ക് എറിഞ്ഞു വരികയാണ്. അതുപോലെ ശ്രദ്ധിക്കണം. അം ഹസിബതും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അൻ തദ്ഖുലുൽ ജന്ന, പൂർവികന്മാർ കടന്നുപോയ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാമെന്ന്. ആകാശഭൂമികളുടെ വിശാലതയുള്ള അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും, അല്ലാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പിഴുതെറിയാനും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പിഴുതെറിയാനും അല്ലാഹുവിന് ആ വിഷയത്തിൽ തൃപ്തിയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ജീവിതത്തിലെ അനർത്ഥങ്ങളെ പിഴുതെറിയാനും കഠിനാധ്വാനം ചെയ്തവരാരാണെന്ന് അല്ലാഹു തിരിച്ചറിയാതെ റബ്ബ് നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കടത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളിൽ ആരാണ് ക്ഷമ കൈകൊണ്ടത് എന്നും തിരിച്ചറിയാതെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ആരാണോ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന ലക്ഷ്യം, സൃഷ്ടാവ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന ലക്ഷ്യം ഏതാണോ ആ ലക്ഷ്യം പ്രാപിക്കാത്ത ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആ ലക്ഷ്യം പ്രാപിക്കാത്തവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ വേറൊരു സ്ഥലത്ത് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അയസ്സബുൽ ഇൻസാനു അയ്യുതറക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവൻ വെറുതെ അങ്ങ് ഒഴിവാക്കപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? യാതൊരു ലക്ഷ്യവും നിങ്ങളുടെ ആഗമനത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പം മഹത്വപൂർണമായ ലക്ഷ്യത്തിലാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ പറയേണ്ട ചില സംഗതികളുണ്ട്. ലക്ഷ്യത്തിലേക്ക് ഇൻഷാ അല്ലാഹ് വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് സംബന്ധമായുള്ള ചില ഗൗരവമായ ഹദീസുകൾ നമ്മൾ വായിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകളോട് ഞാൻ പറയുകയാണ്, വിഷയത്തിന്റെ ചർച്ച ചെയ്ത് നിങ്ങൾ തിരിച്ചുപോയാൽ ഈ കാര്യം നിങ്ങൾ മൗനിയായി നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ പോരാ. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായ ചെറുപ്പക്കാരുടെ കാതുകളിലൂടെ നിങ്ങൾ കൈമാറി പോകണം. നമ്മുടെ ലക്ഷ്യം അതാണല്ലോ, ദഅവത്താണല്ലോ ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം തന്നെ. അല്ലാഹുവേ, നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. അതുകൊണ്ട് തന്നെ മഹത്തരമായ ഒരു ലക്ഷ്യത്തിലാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടാവായ എന്തിനേറെ സൃഷ്ടാവ് സൃഷ്ടിച്ച ലക്ഷ്യം ഏതാണോ ആ ലക്ഷ്യത്തിലേക്ക് സൃഷ്ടി കടന്നു വരാതിരുന്നാൽ എന്താ ചെയ്യാ? നിങ്ങളൊരു പേന വാങ്ങി എവിടുന്ന്? ചെറിയൊരു ഉദാഹരണം പറയാം, ചെറിയ ഉദാഹരണം. ഞാനിനി കുറെ ഹദീസ് നമ്മൾ പിന്നീട് വായിക്കും നിങ്ങൾക്ക് തോന്നും ഈ ചെറിയ കുറ്റത്തിന് ഇത്ര വലിയ ശിക്ഷയെന്ന്. ചെറുതല്ലത്, വളരെ ഗൗരവമാണ്. ഞാനൊരു പേന വാങ്ങി, അങ്ങാടിന്ന് പേന വാങ്ങിയത് കോഴിക്കോട്ട് നിന്നാണെന്ന് വെക്കുക. എന്റെ വീട് ചമ്മാടാ, ഞാൻ ചമ്മാട് വന്ന് നോക്കി 5 റുപ്യക്കാ പേന വാങ്ങി. ഇവിടെ വന്ന് നോക്കുമ്പോൾ അത് എഴുതുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോഴിക്കോട്ടേക്ക് 5 രൂപ പേന മാറ്റാൻ പോകാൻ കഴിയില്ലല്ലോ. നമ്മൾ ചിലപ്പം മഹാദേശക്കാരനാണെങ്കിൽ എന്ത് ചെയ്യും?
ആ ദേഷ്യം പിടിച്ചിട്ട് പേന ഒരൊറ്റ കയറാം നേലത്തെറിഞ്ഞിട്ട് പൊട്ടിക്കും. എന്തേ? വാങ്ങിയ സാധനം ഏത് ലക്ഷ്യത്തിനാണോ വാങ്ങിയത് ആ ലക്ഷ്യത്തിന് ഉപകാരപ്പെട്ടില്ല, അടിച്ചു പൊട്ടിച്ചു. അടിച്ചു പൊട്ടിച്ചു കളയാറില്ലേ? എന്തിനേറെ ചില ആളുകളൊക്കെ വിവാഹം കഴിച്ചിട്ട് 2-3 കൊല്ലം കഴിഞ്ഞ് ത്വലാഖ് ചെല്ലുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബന്ധം മുറിച്ചാൽ അള്ളാഹുള്ളാഹിൽ ബന്ധം മുറിക്കും. എന്തേ പറയാറുള്ള പലരും? ഞാൻ ഉദ്ദേശിച്ച രീതിയിലായില്ല. ഇതൊന്നും നമ്മൾ സൃഷ്ടിച്ചതല്ല. ഞാൻ പറയട്ടെ എന്റെ പ്രിയമുള്ളവരെ, രാജാതിരാജനായ റബ്ബ് സൃഷ്ടിച്ച ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് മനുഷ്യൻ കടന്നു വന്നില്ല എങ്കിൽ പിന്നെ അത്തരം ആളുകൾ അല്ലാഹു ഭൂമിന്റെ മുഖത്ത് വെക്കൂല, ഭൂമുഖത്ത് വെക്കില്ല. പിന്നെ എന്തേ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്താൽ മനസ്സിലാവും നമ്മളൊക്കെ എങ്ങനെ ബാക്കിയായി എന്ന് ചോദിച്ചാൽ മുത്തുനബിയുടെ ഉമ്മത്തായി എന്നുള്ള ഒരൊറ്റ ക്വാളിറ്റി കൊണ്ടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലായി ജനിക്കാൻ കഴിഞ്ഞു എന്ന ഒരൊറ്റ ക്വാളിറ്റി കൊണ്ടാണ്. അല്ലാഹുവേ, സ്വർഗ്ഗലോകത്തെ ഹബീബിനെ കാണാനുള്ള തൗഫീഖ് നൽകണേ.